അതെ ശശിയണ്ണ, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ട്. ഇത് പിന്നെ സംഭവം അത്ര രൂപ ഒപ്പിക്കണ്ടേ? വർക്കാവോ ഇത്? നടക്കും, നീ വിചാരിച്ചാൽ നടക്കും. നന്നായി പതിപ്പിച്ചോണം, മനസ്സിലായില്ലേ? ഞാൻ നോക്കട്ടെ, അവൻ്റെ കയ്യിൽ നിന്ന് നോക്കാം, കിട്ടുമായിരിക്കും അല്ലേ? നോക്കിയാൽ പോരാ, നടത്തണം. മറ്റേ ആ കടമുറി ശശികണ്ണം ശരിയാക്കി തരും, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ എന്തായാലും അവനെ നിന്ന് വരുന്നുണ്ട്, ഞാൻ പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ നോക്കാം. ഞാൻ നിന്നെ നോക്കിയിരിക്കുന്നു കേട്ടോ. ഒരു സൂപ്പർ കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്. നിന്റെ കൊട്ടേഷൻ ഒന്നും ഞാൻ എടുക്കുന്നില്ല. എടാ, ഇത് എൻ്റെ അല്ല, ശശിയണ്ണൻ കൊണ്ടുവന്ന പരിപാടിയാണ്. ഇതൊക്കെ സംഭവം ഞാൻ പറഞ്ഞു തരാം. ഈ കാണുന്ന ഈ ഫാമിലിയോ, ഇതൊക്കെ ഒരു വമ്പൻ ടീമിൻ്റെയാണ്. അയാൾക്ക് ഇപ്പോൾ ഒരു പ്രശ്നം പറ്റി, അയാളുടെ അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്തിരിക്കുക. നമ്മൾ ബിനാമി കേട്ടുണ്ടോ? ബിനാമി, നമ്മൾ ബിനാമിയായിട്ട് ഇത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആദായം മൊത്തം നമുക്ക് ഇടുകയും ചെയ്യാം, കുറച്ച് കാശ് നമ്മളെ അക്കൗണ്ടിൽ വരികയും ചെയ്യും. നോക്കിയും കണ്ട് നിന്ന് കഴിഞ്ഞോണ്ടല്ലേ നല്ല അവസരമാണ്. ഇതൊക്കെ ഒന്നും മാത്രമല്ല, ഈ തന്നേക്കുന്ന ബമ്മ പാർട്ടി ഇല്ലയോ, അയാൾ ഒരു വയസ്സനാണ്. അയാൾക്കില്ലാത്ത അസുഖങ്ങളില്ല, ഷുഗറും കൊളസ്ട്രോളും എല്ലാം ഉണ്ട്. അയാൾ തട്ടിപ്പോയോണ്ടല്ലേ ഇത് മൊത്തം നമ്മളെ വെയിൽ വരികയും ചെയ്യും. പിന്നെ നമ്മളാരാ വിലസത്തില്ലേ അത്. പക്ഷെ പിന്നെ ഒരു വിഷയം എന്ന് വെച്ചാൽ, ആദ്യം കുറച്ച് പൈസ നമ്മൾ അയാൾക്ക് കൊടുക്കണം. കാരണം അയാൾ അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്തിരിക്കുമല്ലേ. ഇതിൻ്റെ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അതിന് ഒരു 1 ലക്ഷം രൂപ അയാൾ ഉപയോഗിച്ചേക്കുന്നത്. 1 ലക്ഷം രൂപ ആദ്യം അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബിനാമിയായിട്ട് നമ്മളിതെല്ലാം നോക്കി നടത്താനും ഇതിൻ്റെ ആദായം മൊത്തം എടുക്കാനുള്ള പരിപാടി നമുക്ക് സെറ്റാക്കി തരും. 1 ലക്ഷം രൂപ എൻ്റെ ഉണ്ടോ? എൻ്റെ ഇല്ലടാ, അതല്ലേ നിന്നെ നോക്കി വന്നത്. 1 ലക്ഷം രൂപ ഒപ്പിക്കണം. ഈ ജോലിയും കൂലിയില്ലാതെ നമ്മൾ ഈ 1 ലക്ഷം രൂപ ഒപ്പിക്കും. പക്ഷേ 1 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പമ്പം സെറ്റപ്പാണ്. ഇത് കിട്ടും നമുക്കിത്. ഇതിൻ്റെ ആദായം തന്നെ കൊടുത്താൽ തന്നെ നമുക്ക് സുഖമായിട്ട് കഴിയുള്ള പൈസ കിട്ടും, അറിയാമോ? ഈ ഓരോ പരിപാടിക്ക് ഇതുപോലെ വീട്ടിൽ നിന്ന് പണയം വെച്ചും അങ്ങനെയൊക്കെ മറിച്ചാൽ ഓരോന്ന് കൊണ്ടുവരുന്നത്, അതെല്ലാം ഇതുപോലെ പൊളിഞ്ഞു പോയില്ലോ. എന്ത് ചെയ്യും? ഇത് ശശിയാണ് ഗ്യാരണ്ടി പറഞ്ഞ കേസാണ്. നിനക്ക് പറ്റുമെങ്കിൽ ചെയ്യും. പൈസ എനിക്ക് വേണമെന്ന് പറയില്ല. ഞാൻ പൈസ ഉണ്ടാക്കാൻ വേറെ മാർഗം നോക്കുക. നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ ഇവിടെ ഞാൻ വേറെ നോക്കുക. പൈസയൊക്കെ ഉണ്ട്, പക്ഷെ അച്ഛൻ ലോൺ അടയ്ക്കാൻ നിന്നാ. ഇവിടെ ഒരു 1.5 മാസത്തിനൊന്ന് റോൾ ചെയ്താൽ പോരെയോ? ആ പൈസ നമുക്ക് ഡബിൾ തിരിച്ചു കൊടുക്കാം. ഓക്കെ ആണല്ലേ? 100% ഗ്യാരണ്ടി. ശശിയുടെ ഏറെ പോയത്. പക്ഷെ ക്യാഷ് ആയിട്ടല്ല, ബാങ്കിൽ കിടക്കുക. അത് ട്രാൻസ്ഫർ ചെയ്താൽ പോരെ? ഗൂഗിൾ പേ ഇട്ട് നിന്റെ അക്കൗണ്ട് ഇട്ടാൽ മതിയല്ലോ. ഇട്ടോ, നിന്റെ അക്കൗണ്ട് ഇട്ടാൽ മതി. ഓക്കെ, ഞാൻ ഇപ്പം തന്നെ ഇട്ടോ. കാര്യം റെഡി അല്ലെങ്കിൽ നീ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ശശിനെ പോയി കാണുന്നു, ഇടപാട് സെറ്റാക്കുന്നു. അടിപൊളി സെറ്റായിരിക്കണം. ഗ്യാരണ്ടി ധൈര്യമായിട്ട് പോയി ചെയ്തു. നീ അപ്പോൾ ശശിൻ്റെ പോയി പറഞ്ഞിട്ടുള്ള റെഡി ആയിരിക്കും. ഞാൻ പൈസ പടയേന്ന് പോട്ടെ. ഓക്കെ, അവൻ്റെ ഇത് 1 ലക്ഷം രൂപ ഇങ്ങോട്ടിട്ട് ഞാനും ശശിയുടെ കൂടെ ഒന്ന് പൊളിച്ചെടുക്കും. ശശിയണ്ണ, പിന്നെ അവനെ വകുപ്പിച്ചേ 1 ലക്ഷം രൂപ ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ 1 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലാണ് തന്നത്. ഞാനത് ശശിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. വന്നോ നോക്കി. നീ വില്ലൻ തന്നെ. അതെനിക്കറിയാമല്ലോ. വന്നിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. ആ 4 കടമുറിയുടെ കാര്യം ഞാൻ ഏറ്റു. 2 അല്ലേ അണ്ണാ അത്? നിനക്കറിയാല്ലേ, അതിന് ഭയങ്കര തിരക്കാന്നേ. ഇപ്പം തന്നെ ചെയ്തേരെ. ഇപ്പം തന്നെ ചെയ്തേക്കാം. ഞാൻ പോട്ടെ, എനിക്ക് 1-2 പറഞ്ഞ പോലെ മതി. അങ്ങനെ 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ കടമുറി അഡ്വാൻസ് കൊടുത്ത് സെറ്റപ്പ് ആക്കണം. നവീന്തി വരായിരുന്നാൽ മതിയായിരുന്നു. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ശശിയണ്ണ നീ തന്ന പൈസ എൻ്റെ അക്കൗണ്ടിൽ ശശിയണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശശിയണ്ണ അതുകൊണ്ട് പോയേക്കുവാ. ഇന്ന് തന്നെ എല്ലാം സെറ്റപ്പ് ആക്കും. അളിയാ, പിന്നെ നമ്മൾ ആരാളിയാ? ലക്ഷപ്രഭു. അല്ല, അത് പോട്ടെ. നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നാ ഇത്രയും പൈസ? എൻ്റെ അച്ഛൻ്റെ പിന്നെ എൻ്റെ അച്ഛൻ്റെ എവിടെ പൈസ? അങ്ങനെ പാവപ്പെട്ട നീ പറഞ്ഞ അച്ഛൻ തന്നെയാന്ന്. എടാ, അച്ഛൻ തന്നതാ, പക്ഷെ എൻ്റെ അച്ഛനല്ല. പിന്നെ നിന്റെ അച്ഛൻ. എടാ, ലോൺ അടയ്ക്കാൻ നിന്നെ വിശ്വാസം ഇല്ലാതെ അങ്ങനെ എൻ്റെ അക്കൗണ്ടിലാണ് ഇട്ട് തന്നെ. ഞാൻ അടയ്ക്കാൻ പോയി പുള്ളി നീ പറഞ്ഞ ആ പൈസ തരും. അപ്പോൾ നിന്റെ പൈസ വേണ്ട, ഞാൻ അങ്ങ് ഇട്ടത് നിനക്ക് തന്നെ. അയ്യോ, എൻ്റെ പൈസ ആയിരുന്നു. പിന്നെ നിന്റെ അച്ഛൻ തന്ന പൈസ നിന്റെ. എടാ, ഞാനത് ശശിയുടെ കൊടുത്തും പോയടാ. ശശിനെ വിളിക്ക്. അയ്യോ, ലോൺ അടയ്ക്കാൻ വീട്ടിൽ ലോൺ അടയ്ക്കാൻ പറ്റുന്ന പൈസ അറിയാമേ. അയ്യോ, ശശിയുടെ നമ്പർ സ്വിച്ച് ഓഫ് ആണ്. ആ പൈസ പോയടാ ശശിയണ്ണാ.